കരിമ്പുഴ കാഞ്ഞിരായിക്കടവിലെ തടയണ കർഷകരുടെ ആശങ്ക പരിഹരിക്കണം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. കരിമ്പുഴ കാഞ്ഞിരായിക്കടവിൽ ഗോവൻ മാതൃകയിലുള്ള ജലബന്ധാര തടയണ നിർമ്മിക്കുമ്പോൾ സമീപത്തെ കർഷകർക്കുള്ള ആശങ്കയും ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തടയണയുടെ സ്ഥലം കുറച്ച് മുകളിലേക്കോ താഴേക്കോ മാറ്റുകയോ അല്ലെങ്കിൽ കർഷകർക്കുള്ള ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുകയോ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഭരണസമിതി തടയണയ്ക്ക് എതിരല്ല. കരിമ്പുഴ പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി ഇക്കാര്യം ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. ഇടതുമുന്നണി നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ പറഞ്ഞു. കാഞ്ഞിരായിക്കടവ് ജലബന്ധാരയുമായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലൊരു മാർച്ചും ധർണയും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നതായി കണ്ടു. അത് വെറൊരു രാഷ്ട്രീയ പകപോക്കലാണ്. അതിൽ ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യത്തിനാണ് അത് ചെയ്യാൻ പോകുന്നത്. അതായത് ജലബന്ധാര വരുന്നതിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഒരു എതിർപ്പില്ല. അവിടുത്തെ കർഷകരുടെ ആശങ്ക നീക്കിയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി 20 അംഗങ്ങളും ബോർഡ് തീരുമാനം എടുത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഐക്യകണ്ഠേനടുത്തൊരു തീരുമാനമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആ ജലബന്ധാര വരുന്നപ്പോൾ സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളതിൻ്റെ കുറച്ച് സ്ഥലം മുകളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടോ ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ ആശങ്ക തീരുന്നതാണ്, കർഷകരുടെ ആശങ്ക തീരുന്നതാണ്. അതാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് വലിയൊരു സംഭവമാക്കി ഞങ്ങൾ പഞ്ചായത്തിനെ അത് മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളൊരു ന്യൂസായിട്ടാണ് അവർ നേരിടുന്നത്. അതിൽ ഒരു സത്യങ്ങളുമില്ല. അത് കരിമ്പുഴ പഞ്ചായത്തിൽ ജലബന്ധാര വരണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ കർഷകരുടെ ആശങ്ക തീർത്തുകൊണ്ട് അത് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അവരന്ന് കണ്ടെത്തിയപ്പോൾ കർഷകരെയൊക്കെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് അന്നത്തെ ഒരു മീറ്റിങ്ങിൽ അവർ പറഞ്ഞത്. പക്ഷേ അതിൽ ആശങ്ക അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കർഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഉദ്ഘാടന സമയം അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ സംസാരിച്ചിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാമെന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ CPM ആണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് ഈ ജലബന്ധാരക്ക് പാസ്സായിട്ടുള്ളത്. അത് അവർക്ക് പിന്നെ അവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഒന്ന് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ മാറ്റുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുതന്നെയാണ് ഞങ്ങളൊരു ആവശ്യം. അതുപോലെ തന്നെ കർഷകരെ ആശങ്ക മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ചെയ്യുകയാണെങ്കിലും കരിമ്പുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ കർഷകരെ അവർക്ക് പറയാനുള്ളത് കേൾക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിച്ചു കൂട്ടി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ യോഗത്തിൽ അവർ കർഷകരൊട്ടും കുടിക്കും സമ്മതിച്ചില്ല. അതവിടെ നടത്തിയാണ് കൃഷി നശിക്കും, അതുകൊണ്ട് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പിരിയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ ബോർഡ് കൂടി തീരുമാനം എടുത്തതാണ്. അങ്ങനെ കർഷകരെ ആശങ്ക അകറ്റണം. എന്നിട്ട് അത് കുറച്ച് അങ്ങോട്ടും മുകളിലൊക്കെ താഴെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി അത് ഇവിടെ നടപ്പാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. ഇനി അവിടെ തന്നെ നടപ്പാക്കുകയാണെങ്കിലും കർഷകർക്ക് ഭാവിയിൽ ശല്യം വരാത്ത രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നടപ്പാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. അല്ലാതെ മുടക്കണമെന്നും അത് മാറ്റണമെന്നും ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. നടക്കണം എന്നുള്ളതാണ്. കാരണം പഞ്ചായത്തിൽ വരുന്ന വലിയൊരു വികസനമാണ്, 3 കോടി 3.5 കോടിയുടെ വികസനമാണത്. അപ്പോൾ നടക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അവിടെ കർഷകരുടെ ആശങ്ക എന്ന് പറയുന്നത് കാഞ്ഞിരായിക്കടവിൽ 70 മീറ്റർ വീതിയിൽ 25 ഫില്ലറുകളും അതിനിടയ്ക്ക് 24 ഷട്ടറുകളുമായിട്ടാണ് ഇപ്പോൾ ഈ തടയണ ജില്ലാ പഞ്ചായത്ത് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് വെള്ളം കൂടുതൽ ഒഴുകിയെത്തുന്ന സമയത്ത് ഷട്ടറുകൾ താഴ്ത്തും വെള്ളം ഒഴുക്കി വിടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഫില്ലറുകൾ അപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുക. ആ പുഴയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോൾ പാഴ്വസ്തുക്കൾ ഒരുപാടായിട്ട് പിന്നെ ഈ പാഴ്മരങ്ങളും അതുപോലെ തന്നെ പട്ടയും തെങ്ങ് പട്ടയൊക്കെ ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2.5-3 മീറ്ററിൻ്റെ ഗ്യാപ്പ് മാത്രമാണ് ഈ ഫില്ലറുകൾക്കിടയിൽ ഉണ്ടാവുക. അപ്പോൾ അതുമ്പോൾ തടയുന്നും ഒരു പാഴ്വസ്തു തടഞ്ഞു നിന്നാൽ അതിനോടനുബന്ധിച്ച് മറ്റ് വരുന്നതൊക്കെ അവിടെ തടഞ്ഞു നിൽക്കുമ്പോൾ ഇവരുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് അവരുടെ ആശങ്ക. തീർച്ചയായിട്ടും ആ ആശങ്ക അടിസ്ഥാനമുള്ളൊരു കാര്യമാണ്.
മാത്രമല്ല അത് അവിടെ തന്നെ ഈ തടയണയ്ക്ക് തൊട്ട് തടയണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ മേൽഭാഗത്തായിട്ടൊരു തോട് വന്ന് ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ തടഞ്ഞു നിൽക്കുമ്പോൾ തോട്ടിലെ വെള്ളം പുഴയിലേക്ക് ഒഴുകാൻ അനുവദിക്കാതെ ഈ കൃഷിയിടത്തിലേക്ക് കയറും. അവിടെ കരിമ്പുഴ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം തടയണ വരണം എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമല്ല. തീർച്ചയായിട്ടും തടയണ വരണം. പക്ഷേ കർഷകർക്ക് അവരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണം. അത് ഭാവിയിൽ അവർക്ക് നാശനഷ്ടങ്ങൾ വരുന്ന ഒരു സംഭവം ഉണ്ടായാൽ അതിനവർക്ക് ബന്ധപ്പെട്ടവർ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാവണം. ഇത് പ്രായോഗികമായൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്ന് മാത്രമാണ് കരിമ്പുഴ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ച പോലെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഐക്യകണ്ഠേനെടുത്ത് ഭരണസമിതിയിലെ 20 അംഗങ്ങളും ഐക്യകണ്ഠേനെടുത്ത് ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ കോപ്പി മാധ്യമപ്രവർത്തകർക്ക് ഞങ്ങളിവിടെ സമർപ്പിക്കാനും ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ തടയണ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. പണി ഇപ്പോൾ നടക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 3.74 കോടി രൂപയാണ് പദ്ധതിക്ക് വിനിയോഗിക്കുന്നത്. 70 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയ്ക്ക് 24 പില്ലറുകളും 25 ഷട്ടറുകളും ഉണ്ടാകും. പുഴയുടെ ഇരുവശത്തും സംരക്ഷണ ഭിത്തിയും ഉണ്ടാകും. ഷട്ടറുകൾ ക്രമീകരിച്ച് ജലനിരപ്പ് നിയന്ത്രിക്കുന്ന ഒരു നിർമ്മിതിയാണ് ജലബന്ധാര. മഴക്കാലങ്ങളിൽ ഷട്ടറുകൾ പൂർണ്ണമായും മാറ്റുന്നതിനാൽ പുഴയുടെ ഒഴുക്ക് സുഗമമായി നടക്കും. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പൈലറ്റ് പദ്ധതികളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6, 12, 13, 14 വാർഡുകൾക്കും തോട്ടര, താനിക്കുന്ന് എന്നീ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങൾക്കും പ്രയോജനം ലഭിക്കും. പുഴയുടെ ഇടതുകരയിലെ പൊമ്പ്രയെയും വലതുകരയിലെ തോട്ടരയെയും ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട തടയണ. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, മെമ്പർമാരായ N. ഹംസ, CK ഷാഹുൽ ഹമീദ്, മൈമൂനത്ത് സാദിഖ് എന്നിവർ പങ്കെടുത്തു.